വെഞ്ഞാറമൂട് കൊലക്കേസിലെ പ്രതി അഫാൻ ഓരോ ദിവസവും മനസ്സ് തുറന്ന് പോലീസിനോട് കാര്യങ്ങൾ പറയുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അഫാൻ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഫാന്റെ പെൺസുഹൃത്തായ ഫർസാനയോട് വളരെയധികം സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവളെയും കൊല ചെയ്തിട്ട് താൻ മരിക്കുന്ന സമയത്ത് കൂടെ കൊണ്ടുപോവാൻ തീരുമാനിച്ചത് എന്നായിരുന്നു അന്ന് അഫാൻ പറഞ്ഞിരുന്നത്. ഇന്ന് ഇതാ അഫാൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, എനിക്ക് ഫർസാനയോട് പ്രണയമല്ല, പ്രതികാരമായിരുന്നു. വലിയ ശക്തമായിട്ടുള്ള പ്രതികാരം, എനിക്ക് അവളോട് വെറുപ്പുണ്ടായിരുന്നു, ദേഷ്യമുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അഫാൻ പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയോ? എല്ലാവരോടും ഉള്ളതുപോലെ തന്നെ അഫാന് സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ തന്റെ പെൺസുഹൃത്തായ ഫർസാനയോട് അഫാൻ 2 പവനോ 2.5 പവനോ ഉള്ള ഒരു സ്വർണത്തിന്റെ ആഭരണം, മാല കടം വാങ്ങിയിരുന്നു. ഇത് ഈ ഫർസാനയാവട്ടെ വീട്ടുകാരറിയാതെയായിരുന്നു അഫാൻക്ക് നൽകിയിരുന്നത്. അപ്പൊ അത് പലപ്പോഴായിട്ട് വീട്ടുകാരെ അറിയുന്നതിന് മുന്നേ തിരിച്ചു ചോദിച്ചിരുന്നു ഫർസാന. പക്ഷെ അഫാൻക്ക് അത് വേണ്ട രീതിയിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാരത് അറിഞ്ഞു, ഫർസാനയുടെ ആഭരണം അഫാൻ മേടിച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഫർസാന കുറച്ച് സ്ട്രോങ് ആയിട്ട്, കുറച്ച് ദേഷ്യമൊക്കെ പിടിച്ചിട്ട് അഫാനോട് അത് തിരിച്ചു ചോദിക്കേണ്ടായി പലപ്പോഴും. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയിൽ മുങ്ങിയ അഫാൻ അത് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ പല ഡേറ്റുകളും മാറ്റി മാറ്റി പറഞ്ഞു. അപ്പൊ ആ ഒരു വിഷയത്തിലൊക്കെ അഫാനിക്ക് സാമ്പത്തികമായിട്ട് അവനോട് ആരെതിര് നിൽക്കുന്നു, അല്ലെങ്കിൽ അവൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഖ്യ ആര് നൽകാതിരിക്കുന്നു, അവരോടൊക്കെ പ്രതികാരം ഉണ്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് തൻ്റെ ഉപ്പയുടെ ഉമ്മയെ കൊല ചെയ്തത്, അതുപോലെ തന്നെ ഉപ്പയുടെ സഹോദരനെയും ഭാര്യനെയും കൊല ചെയ്തത്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ട് കൂടെ നിന്ന് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് തള്ളിയിട്ട് പിന്നെ അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ ഉമ്മ ഷമിയെ കൊണ്ട് കഴിയാതെ വന്നപ്പോഴാണ് ഉമ്മയെയും തീർത്തത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ഫർസാന തന്റെ ആഭരണം തിരിച്ചു ചോദിച്ച സമയത്ത് ഫർസാനയോട് ഉള്ളിൽ ശക്തമായിട്ടുള്ള പ്രതികാരവും വൈരാഗ്യവും വെറുപ്പും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അഫാൻ തുറന്നു പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകങ്ങളൊക്കെ ആസൂത്രണം ചെയ്ത സമയത്ത് ഫർസാനയെയും കൊല ചെയ്യാൻ അഫാൻ തീരുമാനിച്ചു എന്നാണ് ഇപ്പോൾ അഫാൻ പോലീസിനോട് തുറന്നു പറഞ്ഞിരിക്കുന്നത്. തന്റെ ഉമ്മക്ക് സുഖമില്ല, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ് അവളെ വിളിച്ചു വരുത്തി വഴിയിൽ നിന്ന് തന്റെ ബൈക്കിൽ കയറ്റിയിട്ട് പോകുന്ന സമയത്ത് അഫാൻ ഇവളോട് ചോദിച്ചത്രേ, ഈ ബൈക്ക് ഇടിച്ചിട്ട് ഇപ്പൊ ഞാൻ പൊടുന്നനെ മരിക്കുകയാണെങ്കിൽ നീ എന്തു ചെയ്യുമെന്നുള്ളത്. പാവം നിഷ്കളങ്കമായിട്ടുള്ള ആ കുട്ടി പറഞ്ഞത്ര, ഞാനും കൂടെ മരിക്കുമെന്നുള്ളത്. അപ്പോഴും അവന്റെ മനസ്സിൽ ഒരു തരി കാരുണ്യം ഉണ്ടായില്ല. അവൻ വീട്ടിലേക്ക് കൊണ്ടുപോയി ഗേറ്റിന്റെ ചാവി നഷ്ടപ്പെട്ടിരുന്നു അവനിൽ നിന്ന്. അതുകൊണ്ട് തന്നെ അവൻ മതിൽ ചാടി ഉള്ളിലേക്ക് അവളെ കയറ്റിയതിന് ശേഷം തന്റെ റൂമിൽ കൊണ്ടുപോയിട്ട് അവളോട് പറഞ്ഞു, ഞാൻ ഇന്ന രീതിയിൽ കൊല ചെയ്തിട്ടുണ്ട്, എനിക്ക് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, നീയും എന്റെ കൂടെ നിന്നിട്ടില്ല, നിനക്കും ഞാൻ സാമ്പത്തികമായിട്ട് സഹായം ആഭരണം തിരിച്ചു തരാനുണ്ട്, പക്ഷെ ഞാനിപ്പോ എനിക്ക് ഒരു രക്ഷയും ഇല്ലാത്തത് കൊണ്ട് ഇവരൊക്കെ കൊല ചെയ്തിരിക്കുന്നു എന്ന് അഫാൻ പറഞ്ഞപ്പോൾ ഇവൾ സങ്കടപ്പെട്ടുകൊണ്ട് മുഖത്ത് കൈവച്ചിട്ട് തല താഴ്ത്തി ഇരുന്നപ്പോൾ, എന്നാൽ നിന്നെയും ഞാൻ കൂടെ കൊണ്ടുപോവാണെന്ന് പറഞ്ഞിട്ട് അവളുടെ തലക്കും ശക്തമായിട്ട് അഫാൻ അടിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ കൊലപാതകത്തിന്റെ ഒക്കെ പിറകിൽ പല ചുരുളുകളും അഴിയുന്നുണ്ട്. ഇവന്റെ ഉള്ളിൽ സാമ്പത്തികമായിട്ട് ഇവരെ സഹായിക്കാത്തവരൊക്കെ ഇവന്റെ ശത്രുക്കളാണ്. ഇവിടെ വലിയ ഒരു കാര്യം ഇന്നത്തെ ജനറേഷൻ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രണയത്തിന്റെ പേരിലും ബെസ്റ്റിയായിട്ടും കാമുകനും കാമുകിയൊക്കെ ആയിട്ട് വീട്ടിൽ ഉമ്മയും ബാപ്പയും ഒക്കെ അറിയാതെ അവരെങ്ങനെയെങ്കിലൊക്കെ ഇടങ്ങറായിട്ട് തന്റെ പൊന്നു മകളുടെ കഴുത്തിൽ ഒരു ചെറിയ സ്വർണ്ണാഭരണം തൂങ്ങിക്കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പല മാതാപിതാക്കളും വാങ്ങിക്കൊടുത്തത് അവരറിയാതെ കാമുകന്മാർക്ക് കൊടുത്ത് സഹായിക്കുന്ന എല്ലാ കാമുകിമാരും അല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തുക്കളും മനസ്സിലാക്കുക. പെൺസുഹൃത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ നടക്കുന്നവരുണ്ടല്ലോ, മനസ്സിലാക്കുക. നിങ്ങൾ സ്വന്തം വീട്ടുകാരെ ഒരു പക്ഷെ അറിയിക്കാതെ സ്വർണ്ണാഭരണങ്ങളായിട്ടും അല്ലെങ്കിൽ അച്ഛന്റെ അല്ലെങ്കിൽ അമ്മയുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചിട്ടോ അല്ലെങ്കിൽ സമ്പത്ത് മോഷ്ടിച്ചിട്ടോ നിങ്ങൾ കാമുകന്മാരെ സഹായിക്കാറുണ്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്. നിങ്ങൾ അങ്ങനെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ട് അവർക്കതൊരു ശീലമായിട്ട് വരികയും പിന്നീട് അവർക്ക് സാമ്പത്തിക സഹായം നിങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശത്രുക്കളായിട്ട് അവർ മാറാൻ സാധ്യത കൂടുതലാണെന്നുള്ള ഈ അഫാന്റെ മൊഴിയിൽ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരുപാട് കുടുംബങ്ങളിലെ കുട്ടികൾ പലപ്പോഴും സ്വന്തം സ്വർണ്ണാഭരണം കാമുകന് സഹായിച്ചിട്ട് പ്രിയപ്പെട്ട ഉമ്മയോടും ഉപ്പയോടും കളവ് പറഞ്ഞിട്ട് ക്ലിനിക്കിൽ കൗൺസിലിങ്ങിന് വരാറുണ്ട്, സങ്കടപ്പെട്ടിട്ട് ഞാൻ ഉപ്പയോടും ഉമ്മയോടും കളവ് പറഞ്ഞു എന്നുള്ളത്. ഒരിക്കൽ എന്റെ ക്ലിനിക്കിൽ വന്നൊരു കേസ് എനിക്ക് ശരിക്കും വ്യക്തമായിട്ട് അറിയാം. സ്വന്തം
ഉമ്മ മരിച്ച സമയത്ത് സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചിട്ട് മകളുടെ കയ്യിൽ കൊടുത്തപ്പോൾ മകള് അത് അലമാരയിൽ കൊണ്ടുപോയിട്ട് ആ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയ ചാൻസിൽ ആ 10-20 പവൻ വരുന്ന സ്വർണ്ണാഭരണം അവൾ മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടു. എന്നിട്ട് അടുത്ത ആഴ്ച അവൾ കോളേജിൽ പോകുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട കാമുകന് വേണ്ടി അത് കൊടുത്തു. സ്വന്തം ഉമ്മ മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും കാമുകനെ കുറിച്ചിട്ട് അവൾ ചിന്തിച്ചത്. എന്നിട്ട് അവളുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ കാമുകന് പലപ്പോഴായിട്ട് കൊടുത്തിരുന്നു. ഇവന്റെ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ട് ടോക്സിക് ആയിട്ട് മനസ്സ് ആകെ താളം തെറ്റിയിട്ട് ബോധമില്ലാതെ പ്രണയത്തിൽ പെട്ടുപോകുന്ന കുട്ടികൾക്കൊക്കെ സംഭവിക്കുന്നതാണ് ഇതൊക്കെ. അങ്ങനെ അവളുടെ ഉമ്മ മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കോളേജിൽ പോയിട്ട് സ്വന്തം കാമുകന് സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുത്തു, അടിച്ചു പൊളിച്ചു ജീവിച്ചു. പിന്നീട് അവനക്കിതൊന്നും തിരിച്ചു കൊടുക്കാനും പറ്റുന്നില്ല. ഇവളോടുള്ള പ്രണയം സത്യവുമായിരുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് അവനങ്ങ് നാടുവിട്ടു. ഈ കുട്ടി വിളിച്ചു കിട്ടാത്തതിന്റെ പേരിൽ ടെൻഷൻ അടിച്ചിട്ട് അവസാനം ആകെ മാനസിക നില തെറ്റിയിട്ട് കൗൺസിലിങ്ങിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞത്, സാറേ ഇനി ലോകത്ത് ഒരു പുരുഷനെയും ഞാൻ വിശ്വസിക്കൂല എന്നുള്ളത്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ആണത്തമുള്ള തന്റെ ഇടമുള്ള പുരുഷന്മാരൊക്കെ ഉണ്ട്. സ്ത്രീകളിൽ നിന്നിങ്ങനെ സമ്പത്ത് വാങ്ങിയിട്ട് സ്വന്തം ഇങ്ങനെ കറങ്ങി നടക്കാതെ, അല്ലെങ്കിൽ അവര് വലിയ ബൈക്കൊക്കെ എടുത്തിട്ട് കറങ്ങി നടക്കാതെ അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന ആണുങ്ങളുണ്ട്. അങ്ങനെയുള്ള ആണുങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടോളൂ, വിവാഹം കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല. അല്ലാതെ ലോകത്തെ എല്ലാ പുരുഷന്മാരെയും കുറ്റം പറയണ്ട. എന്തോ ആവട്ടെ, ഇങ്ങനെ പുരുഷന്മാരെ തന്റെ കാമുകരെ സ്വർണ്ണാഭരണവും മറ്റ് പൈസ ഒക്കെ കൊടുത്ത് സഹായിക്കുന്ന ഓരോ കുട്ടികളും ചിന്തിക്കുക. പിന്നീട് അവർക്ക് അവരുടെ ആർഭാട ജീവിതത്തിനോ ലഹരിക്കോ പണം തേയാതെ വരുമ്പോൾ നിങ്ങൾ ശത്രുക്കളായി മാറും. അവസാനം അവരുടെ ഏറ്റവും വലിയ ശത്രു, ഏറ്റവും ഉള്ളിൽ സ്നേഹിച്ച അവർ നിങ്ങൾ ഏറ്റവും വലിയ ശത്രുവായി കണ്ട് നിങ്ങളെ പലപ്പോഴും കൊണ്ടുപോയി കൊല്ലുന്ന അവസ്ഥ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പല വാർത്തകളിൽ നമ്മൾ കേട്ടതാണ്. അപ്പൊ അതുപോലെ ഇവിടെ അഫ്ഫാൻ ചെയ്തത് അവസാനം പ്രതികാര ബുദ്ധി അവരിൽ ഉണർന്നു. എന്നെ സാമ്പത്തികമായിട്ട് മനസ്സമാധാനം തരാതെ അവരുടെ സ്വർണ്ണാഭരണം ഒരുപാട് സമയം തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവളെയും വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അവളെയും ഇതിനോട് കൂടെ ഞാൻ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ അവളെ കൊന്നു എന്നാണ് ഇപ്പൊ അവസാനമായിട്ട് അഫ്ഫാൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്റെ പെൺസുഹൃത്തിനോട് സ്നേഹമായിരുന്നില്ല, പ്രതികാരവും വൈരാഗ്യവും വെറുപ്പുമായിരുന്നു. എന്തിന്റെ പേരിൽ? ഇത്രക്ക് ആത്മാർത്ഥമായി സ്നേഹിച്ച കുട്ടി അവരുടെ സ്വന്തം സ്വർണ്ണാഭരണം മാതാപിതാക്കളോട് പോലും പറയാതെ അവന്റെ സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എടുത്തുകൊടുത്ത് ഒരു നിമിഷം അത് തിരിച്ചു ചോദിച്ചപ്പോൾ അവൻ ഏറ്റവും വലിയ മൃഗമായി മാറി. സുഹൃത്തുക്കളെ, പ്രണയത്തിന്റെ പേരിലാണെങ്കിലും എന്തടുപ്പത്തിന്റെ പേരിലാണെങ്കിലും കുറെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിച്ചവരായിരിക്കും പിന്നീട് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് ഈ മൊഴിയിൽ നിന്നും, ഈ സംഭവത്തിൽ നിന്നും, ഈ കൊലകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.